മാസങ്ങൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ആ സുദിനം എത്തിച്ചേർന്നു. അതെ, ഇന്നു മുതൽ പ്രവാസികൾക്ക് നേരിട്ട് UAE എത്തിച്ചേരാം. എന്നാൽ കുറച്ച് നിബന്ധനകളുണ്ട്. ഇതെല്ലാം പാലിച്ചു വേണം നിങ്ങൾ UAE എത്തിച്ചേരാൻ. അത്തരം നിബന്ധനകളെക്കുറിച്ച് വിശദമായ ഒരു കാര്യമാണ് പറയുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മാസങ്ങൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ഇന്ത്യയിൽ നിന്ന് UAE പ്രവാസികൾ ഇന്നു മുതൽ മടങ്ങി തുടങ്ങി. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനം ദുബായിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 10:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിലും തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനത്തിലും 100 കണക്കിന് പേരാണ് UAE യാത്ര ചെയ്തത്. UAE എമിഗ്രേഷനുകളിൽ നിന്നുള്ള അനുമതിയുടെ തെളിവ്, UAE നിന്ന് 2 വാക്സിനേഷനും സ്വീകരിച്ചതിന്റെ രേഖ, COVID-19 PCR പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, വിമാനത്താവളത്തിൽ നിന്നുള്ള കോവിഡ് റാപ്പിഡ് പരിശോധന നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പ്രവാസികൾ ഹാജരാക്കേണ്ടത്. കൂടാതെ UAE നിന്ന് വന്നിട്ട് 6 മാസം കൂടാനും പാടില്ല. ഈ നിബന്ധനകളിൽ ചിലത് വരും ദിനങ്ങളിൽ മാറിയേക്കാം. യാത്രക്കാർ വിമാനത്താവളത്തിൽ ഹാജരാക്കേണ്ട രേഖകൾ ഇവയൊക്കെയാണ്. 1. UAE നിന്ന് 2 വാക്സിനേഷൻ സ്വീകരിച്ചവർ അതിന്റെ തെളിവ് ഹാജരാക്കിയിരിക്കണം. ഇന്ത്യയിൽ നിന്ന് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരെ യാത്ര ചെയ്യാൻ അധികൃതർ അനുവദിക്കുന്നില്ല. ഇത്തരത്തിൽ ഒട്ടേറെ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്ന് നിരാശരായി മടങ്ങേണ്ടി വന്നു. 2. ദുബായ് വിസയുള്ള യാത്രക്കാർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൽ നിന്നും മറ്റ് എമിറേറ്റുകളിലെ വിസക്കാർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിൽ നിന്നുമെടുത്ത അനുമതിയുടെ പ്രിന്റൌട്ട് എന്നിവ കാണിച്ചുമാണ് യാത്ര ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിൽ അപേക്ഷിച്ചാൽ ലഭിക്കുന്ന സക്സസ് സന്ദേശവും 2 ഗ്രീൻ ടിക്കറ്റും അടങ്ങിയ അനുമതിയുടെ പ്രിന്റൌട്ടാണ് കാണിക്കേണ്ടത്. അല്ലാതെ ഇത് സംബന്ധമായി ഇമെയിൽ ലഭിക്കുമെന്നും അത് കാണിക്കേണ്ടതുണ്ടെന്നും പറയുന്നത് ശരിയല്ലെന്ന് യാത്രക്കാരിലൊരാളായ കാസർഗോഡ് ചെറുവത്തൂർ മടക്കര സ്വദേശി അബ്ദുൽ സലാം പറയുകയുണ്ടായി. 3. യാത്രയ്ക്ക് മുമ്പ് 48 മണിക്കൂറിനകം നടത്തിയ COVID-19 PCR പരിശോധനയുടെ നെഗറ്റീവ് ഫലവും ഹാജരാക്കിയിരിക്കണം. വിമാനത്താവളത്തിൽ നിന്ന് റാപ്പിഡ് പരിശോധന കൂടി നെഗറ്റീവായാൽ യാത്രയ്ക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഷാർജയിൽ സ്കൂൾ ജീവനക്കാരനായ അബ്ദുൽ സലാം വ്യക്തമാക്കി. രാവിലെ 10:30 പുറപ്പെട്ട വിമാനത്തിലാണ് ഇദ്ദേഹം UAE വരുന്നത്. വിസ കാലാവധിയുടെ 6 മാസം കഴിഞ്ഞു എന്ന് അധികൃതർ സിസ്റ്റത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് മറ്റൊരു യാത്രക്കാരനായ ഷ്രഫ് പറഞ്ഞു. COVID-19 വാക്സിനേഷൻ പൂർത്തിയാക്കി ഇന്ത്യയിൽ നിന്നുമടക്കം താമസ വിസയുള്ള 6 രാജ്യക്കാർക്ക് നിബന്ധനകളോടെ ഇന്നു മുതൽ UAE ദേശീയ ദുരന്ത നിവാരണ സമിതി കഴിഞ്ഞ ദിവസമാണ് അനുമതി നൽകിയത്. ഇന്ത്യ കൂടാതെ പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും UAE തിരിച്ചെത്താം. എന്നാൽ ആർക്കൊക്കെ വരാം എന്നതിനെക്കുറിച്ച് പലതിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവർ ഇവരൊക്കെയാണ്: നഴ്സുമാർ, സാങ്കേതിക വിദഗ്ധർ, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യമേഖലയിൽ ജീവനക്കാർ, യൂണിവേഴ്സിറ്റി, കോളേജ്, സ്കൂൾ, മറ്റു സ്ഥാപനങ്ങൾ തുടങ്ങിയ UAE വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, UAE പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മാനുഷിക പരിഗണന അർഹിക്കുന്ന താമസ വിസയുള്ളവർ, ഫെഡറൽ, ലോക്കൽ ഗവൺമെന്റ് ഏജൻസികളിൽ ജോലി ചെയ്യുന്നവർ. നേരത്തെ 8 വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് മാത്രമേ UAE പ്രവേശനാനുമതി ഉണ്ടായിരുന്നുള്ളൂ. അവ ഇതാണ്: UAE സ്വദേശികൾക്കും അവരുടെ അടുത്ത കുടുംബത്തിനും, UAEയും ഇന്ത്യയും അടക്കമുള്ള 6 രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും, ഔദ്യോഗിക സന്ദർശകർക്ക് പ്രവേശിക്കാം. എക്സ്പോ 2020യുമായി ബന്ധപ്പെട്ടുള്ള രാജ്യാന്തര പങ്കാളികൾക്കും പ്രവേശിക്കാം. സംഘാടകരുടെ വിസയിലുള്ളവരായിരിക്കണം. UAE ഗോൾഡ്, സിൽവർ വിസയുള്ളവർ, വിമാന ജീവനക്കാർ, കാർഗോ ജീവനക്കാർ, വിദേശ കമ്പനികളുടെ ട്രാൻസിറ്റ് വിമാനങ്ങൾക്കും പ്രവേശിക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.